നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാധാരണ ROR എടുത്തിട്ടാ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് കടക്കാറ്. നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആധാരം തയ്യാറാക്കിക്കോളാൻ ഞാൻ പറഞ്ഞത്. ഇപ്പോഴാ RORന്റെ കയ്യിൽ വന്നത്. അത് പ്രകാരം നിങ്ങൾ പറഞ്ഞ സ്ഥലവും വീടും ഇപ്പോൾ ഇരിക്കുന്നത് മനോഹറിന്റെ പേരിലല്ലല്ലോ. അതിരിക്കുന്നതേ ദേവികയുടെ പേരിലാ. കഴിഞ്ഞ മാസം മനോഹരൻ ആ സ്ഥലം ദേവികയുടെ പേർക്ക് എഴുതി കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ തീരുമാനിച്ച രജിസ്ട്രേഷൻ നടക്കില്ല. കാരണം മനോഹരൻ ഇതിലൊരു കക്ഷിയല്ല. ഞാൻ എന്താ അമ്മയെ കേൾക്കുന്നേ? ഈ സ്ഥലവും വീടും അവളുടെ പേരിലാണെന്നോ? ഞാൻ എങ്ങനെ സഹിക്കും അമ്മേ? എന്തു പണിയാവൻ കാണിച്ചത്? എഴുതി കൊടുത്ത വിവരം നമ്മളോട് പോലും പറഞ്ഞില്ലല്ലോ. അവളും പറഞ്ഞില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും വക്കീലെ? ഒന്നും ചെയ്യാനില്ല. നമ്മൾ തയ്യാറാക്കി ആധാരം കീറിക്കളയാ. എന്നിട്ട് ആ സ്വപ്നം അങ്ങ് ഉപേക്ഷിക്കുക. കൊല്ലണം അവളെ, അതാ വേണ്ടത്. എന്നെയല്ല അവള് ചതിച്ചത്, പാവ അമ്മമാരെ. ഇനി അവളുടെ കാരണത്തിൽ കഴിയേണ്ടി വരത്തില്ല ഇവർക്ക്. വേണ്ടി വരും. എന്തായാലും പോയി മുറിയങ്ങ് തുറക്ക്. ഇപ്പൊ അടച്ചിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. ശരത്തെ, മുറി ഞാൻ തുറക്കാം. എനിക്ക് സംസാരിക്കണം അവളോട്. ഇറങ്ങടി പുറത്തേക്ക്. എന്താ അമ്മേ? എല്ലാം ഒളിച്ചു വെച്ചിട്ട് മിണ്ടാതിരിക്കായിരുന്നു അല്ലേ? വാടി ഇങ്ങോട്ട്. നിന്നോട് വരാനല്ലേ പറഞ്ഞേ? അങ്ങോട്ട്. എന്തിനാണ് ഈ ചതി നീ ഞങ്ങളോട് ചെയ്തത്? ഈ വീടും പറമ്പ് നീ സ്വന്തമാക്കിയല്ലേ? വീടും പറമ്പ് സ്വന്താക്കിയെന്നോ? ആര്? നിനക്കൊന്നും അറിയില്ലല്ലേ? ഒരു മാസം മുമ്പ് അച്ഛൻ ഈ വീടും പറമ്പ് നിനക്കെഴുതി തന്നില്ലേ? വീടും പറമ്പ് എനിക്ക് എഴുതി തന്നോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? കേൾപ്പിച്ചോടാ വോയിസ് മെസ്സേജ്. അപ്പൊ ഓർമ്മ വരും. അഡ്വക്കേറ്റ് ചന്ദ്രലേഖ, നിങ്ങളെ മാത്രം വിശ്വസിച്ച ഇങ്ങനൊരു രജിസ്ട്രേഷന് ഞാൻ കൂട്ടുനിന്നത്. സാധാരണ ROR എടുത്തിട്ടാ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് കടക്കാറ്. നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആധാരം തയ്യാറാക്കിക്കോളാൻ ഞാൻ പറഞ്ഞത്. ഇപ്പോഴാ RORന്റെ കയ്യിൽ വന്നത്. അത് പ്രകാരം നിങ്ങൾ പറഞ്ഞ സ്ഥലവും വീടും ഇപ്പോൾ ഇരിക്കുന്നത് മനോഹറിന്റെ പേരിലല്ലല്ലോ. അതിരിക്കുന്നതേ ദേവികയുടെ പേരിലാ. കഴിഞ്ഞ മാസം മനോഹരൻ ആ സ്ഥലം ദേവികയുടെ പേർക്ക് എഴുതി കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ തീരുമാനിച്ച രജിസ്ട്രേഷൻ നടക്കില്ല. അത് ശരി. അതിനിടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായോ? സത്യം പറഞ്ഞ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ പറഞ്ഞു നന്നായി. ഈ വീടും പറമ്പും ഇനി ഒരുത്തനും ഒരു ക്രിമിനലും സ്വന്തമാക്കില്ലല്ലോ. എല്ലാം നല്ലതിനാന്ന് വിചാരിക്കമ്മേ. ദൈവം അമ്മയുടെ കൂടെ തന്നെ ഉണ്ട്. ഒന്ന് നിന്നേ. മിടിക്കാ നീ. എല്ലാം രഹസ്യമായിട്ട് ഒപ്പിച്ചെടുത്തല്ലേ? ജോലി നിനക്ക് കിട്ടി, ഇപ്പൊ വീടുമായി. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് നീയായിട്ട് ജനിക്കാൻ പറ്റിയാ മതിയായിരുന്നു. നിന്റെ അത്രയും മിടുക്ക് എന്തായാലും എനിക്കില്ല. നിന്നെ ശത്രുവിനെ പോലെ കണ്ടിരുന്ന ആളായിരുന്നല്ലോ സിദ്ധു. ആ സിദ്ധിനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിനക്ക് പറ്റിയില്ലേ? അതൊരു അപാര കഴിവല്ലേ? ആ താലിക്ക് ബലം പോരല്ലോ ദേവികെ. അതാരുടെ കുറ്റം കൊണ്ടാ? താലി മാത്രം പോര ചന്ദ്രേ, അത് അനുഭവിക്കാനുള്ള യോഗം കൂടി വേണം. അത് നിനക്കുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കുണ്ടാവില്ലായിരിക്കും, പക്ഷെ നിനക്കെന്തായാലും ഉണ്ട്.
ഒരു താലി കേറി അതഴിച്ചു. വേറൊരിക്കൽ കല്യാണ പന്തൽ വരെ എത്തി. ഇറങ്ങിപ്പോവേണ്ടി വന്നു.